എന്റെ പൊന്നെ, ഇതെന്തൊരു പോക്കാണ്. സാധാരണക്കാരന്റെ ഉള്ളിൽ തീ കോരിയിട്ടാണ് സ്വർണ്ണവിലയുടെ പോക്ക്. കൂടിയും കുറഞ്ഞും ആൾക്കാരെ കൺഫ്യൂഷൻ അടിപ്പിക്കുകയാണ് സ്വർണ്ണവില. എന്തോ ആളുകൾക്ക് സ്വർണത്തിനോട് ഒരു തരം ഭ്രമമാണ്. വിവാഹങ്ങളിൽ പെൺകുട്ടികളെ സുന്ദരിയാക്കാൻ സ്വർണം വേണമെന്നത് കാലങ്ങളായി ഒരു ആചാരം പോലെ നടന്നു വരുന്നതാണ്. വിവാഹത്തിൽ പങ്കെടുക്കുന്നവർ വരെ കണ്ണുകൊണ്ട് അളന്നെടുക്കുന്നത് പെണ്ണിന്റെ കഴുത്തിലെയും കയ്യിലെയും സ്വർണത്തിന്റെ തൂക്കമാണ്. സ്ത്രീധനം കൊടുക്കൽ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ പോലും സ്നേഹ സമ്മാനം എന്ന പേരിൽ ഈ ആചാരം ഇപ്പോഴും നിലനിന്ന് വരുന്നുണ്ട്. അതിനാലാകാം സ്വർണ്ണക്കടകളുടെ എണ്ണവും ക്രമാതീതമായി വർദ്ധിച്ചത്. പക്ഷെ ഒരു തരി ഗോൾഡ് ഇല്ലാതെയുള്ള നോ ഗോൾഡ് എന്ന പേരിൽ ചുരുക്കം ചില വിവാഹങ്ങൾ നടക്കുന്നുണ്ടെന്നത് മാറ്റത്തിന്റെ ഒരു തുടക്കമായിട്ട് നമുക്ക് കാണാം. എന്തൊക്കെയാണെങ്കിലും കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പവൻ വില 54,000 എന്ന മാജിക് സംഖ്യ ഭേദിച്ച ദിവസവുമാണിന്ന്. ഇന്ന് ഒറ്റയടിക്ക് 720 രൂപ ഉയർന്ന് 54,360 രൂപയാണ് പവൻ വില. 90 രൂപ വർദ്ധിച്ച് ഗ്രാം വില 6,795 രൂപയിലും എത്തി. നിലവിൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ പണിക്കൂലിയും GSTയും അടക്കം 59,000 രൂപ നൽകണം. പുറമെ ഒട്ടുമിക്ക ജ്വല്ലറികളും സ്വർണത്തിലെ മിനുക്കുപണി കൂടുന്തോറും പണിക്കൂലിയും ഈടാക്കുന്നുണ്ട്. ഇത് സാധാരണയായി 5% മുതൽ 30% വരെയൊക്കെയാണ് ഈടാക്കുന്നത്. മാർച്ച് 29-നാണ് ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണവില 50,000-ലേക്ക് എത്തിയത്. ഏപ്രിൽ 3-നും 4-നും സ്വർണ്ണവില റോക്കറ്റ് പോലെ കുതിച്ചുയർന്നു. സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയിൽ സ്വർണം എക്കാലത്തും എല്ലാവരുടെയും പ്രിയപ്പെട്ടതാണ്. ഇന്ത്യയിലാകട്ടെ നിക്ഷേപം എന്നതിനോടൊപ്പം അണിഞ്ഞൊരുങ്ങാനും സ്വർണം വേണം. അതിനാൽ സ്വർണത്തിന് എപ്പോഴും നല്ല ഡിമാൻഡാണ്. എന്തുകൊണ്ടാണ് സ്വർണ്ണവില കൂടുന്നത്? ഇറാൻ ഇസ്രയേൽ യുദ്ധഭീതിയെ തുടർന്ന് രാജ്യാന്തര വിലയിലുണ്ടായ കുതിപ്പും ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തകർച്ച മൂലം ഇറക്കുമതി ചെലവിലുണ്ടായ വർധനയുമാണ് ഇന്ത്യയിൽ ആഭ്യന്തര വില കത്തിക്കയറാൻ വഴിയൊരുക്കിയത്. ലോകത്തെ പലയിടത്തും രാഷ്ട്രീയ അന്തരീക്ഷം കലുഷിതമാണ്. യുദ്ധങ്ങൾ നീണ്ടു നിൽക്കുന്നു. സാമ്പത്തിക വളർച്ചയും ആശങ്കയിലാണ്. ആഗോളതലത്തിൽ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഓഹരി കടപ്പത്ര നിക്ഷേപകർ സ്വർണത്തിലേക്ക് താൽക്കാലികമായി നിക്ഷേപം മാറ്റും. പ്രതിസന്ധി ഘട്ടങ്ങളിലെ സുരക്ഷിത താവളം എന്ന പെരുമ എക്കാലത്തും സ്വർണത്തിനുണ്ട്. നിലവിൽ അമേരിക്കയിലെ പണപ്പെരുപ്പം, അടിസ്ഥാന പലിശ നിരക്ക് സംബന്ധിച്ച ആശങ്കകൾ, ഇസ്രായേൽ ഹമാസ് യുദ്ധം, റഷ്യ യുക്രൈൻ യുദ്ധം എന്നിവ സ്വർണ്ണവില കുതിപ്പിന് കാരണമായിട്ടുണ്ട്. മാത്രമല്ല ചൈനയുടെ കേന്ദ്ര ബാങ്കായ പീപ്പിൾ ബാങ്ക് ഓഫ് ചൈനയടക്കം നിരവധി കേന്ദ്ര ബാങ്കുകൾ വൻതോതിൽ സ്വർണ്ണശേഖരം ഉയർത്തുന്നതും വില വർദ്ധിക്കുന്നതിന് കാരണമായിട്ട് പറയാം. ഇന്ത്യ സ്വർണം ധാരാളമായി ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. വില കൂടുമ്പോൾ ഇറക്കുമതി ഇനത്തിൽ ഇന്ത്യയുടെ സമ്മർദ്ദം കൂടും. ഇത് കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റിനെ പ്രതികൂലമായി ബാധിക്കും. സർക്കാരിന് ലഭിക്കുന്ന ഇറക്കുമതി ചുങ്കം വർദ്ധിക്കുമെന്നതാണ് ഒരു ഗുണം. എന്നാൽ അവിടെയും സ്ഥിതി നല്ലതല്ല. വില കൂടിയപ്പോൾ സ്വർണത്തിന്റെ ഇറക്കുമതിയും കുറഞ്ഞു. ഫെബ്രുവരിയിൽ 100 ടൺ ആയിരുന്ന ഇറക്കുമതി മാർച്ചിൽ 25 ടണ്ണായി കുറഞ്ഞു എന്നാണ് കണക്കുകൾ. സ്വർണ്ണവിലയിലെ അസാധാരണമായ ഈ വർധനവ് മൂലം സാധാരണക്കാർക്ക് സ്വർണം തൊട്ടാൽ പൊള്ളുന്ന അവസ്ഥയാണ്. സ്വർണത്തിന്റെ വിൽപ്പന കുറഞ്ഞു. കച്ചവടക്കാർക്ക് കൂടുതൽ സമയം സ്വർണം കയ്യിൽ വെക്കേണ്ടി വരുന്നു. കൂടുതൽ തുക സ്റ്റോക്കിൽ കെട്ടിക്കിടക്കും. ഇത് അവരുടെ സാമ്പത്തിക ആസൂത്രണത്തെ ബാധിക്കാനും സാധ്യതയേറെയാണ്. 2010-ൽ 12,280 ആയിരുന്നു പവന്റെ വില. 2024 ആയപ്പോ 52,000 കഴിഞ്ഞു. ലോക രാജ്യങ്ങളിലെ രാഷ്ട്രീയ അന്തരീക്ഷം, കമ്പോള മാറ്റങ്ങൾ, നാണ്യമൂല്യ വ്യതിയാനങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ ആണ് കാലങ്ങളായി സ്വർണ്ണവിലയിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. വില വൈകാതെ കുറഞ്ഞേക്കുമെന്നും പ്രതീക്ഷിക്കാം.